ഭവഗായകൻ പി ജയചന്ദ്രന് അന്തിമോപചാരം അർപ്പിച്ച പ്രമുഖർ. അവസാനമായി കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും തൃശൂരിലേക്ക് ഒഴുകിയെത്തുന്നത് ആയിരങ്ങളാണ്. പൂങ്കുന്നത്തെ വസതിയിലും കേരള സംഗീത അക്കാദമി റീജിയണൽ തിയേറ്റർ അങ്കണത്തിലുമായി രാവിലെ നടന്ന പൊതുദർശനത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഔദ്യോഗിക ബഹുമതികളോടെ നാളെയാണ് സംസ്കാരം നടക്കുക. മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് കേരളം. അവസാനമായി ഒരു നോക്ക് കണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി തൃശ്ശൂരിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തുകയാണ്. കലാസാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ നിന്ന് നിരവധി പേർ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിയിരുന്നു. പൂങ്കുന്നത്തെ വസതിയിലും കേരള സംഗീത അക്കാദമി റീജിയണൽ തിയേറ്റർ അങ്കണത്തിലുമാണ് രാവിലെ പൊതുദർശനം നടന്നിരുന്നതും. ആനന്ദ് പുതൂർ വിവരങ്ങളുമായി ചേരുന്നു. ആനന്ദ്, കൂടുതൽ വിവരങ്ങൾ. ഏതാണ്ട് 1 മണിയോട് കൂടി തന്നെയാണ് റീജിയണൽ ഹാളിൽ നിന്ന് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് അദ്ദേഹത്തിനെ പൂങ്കുന്നത്തുള്ള ഈ വസതിയിലേക്ക് എത്തിയിട്ടുള്ളത്. 1 മണി മുതൽ തന്നെ ഇവിടുത്തെ പൊതുദർശനം ആരംഭിച്ചിരുന്നു. നിരവധി ആളുകളാണ് ഈ വൈകിയ സമയത്തും വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് ആളുകൾ ഇതിനോടകം തന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞു. സിനിമാ നടന്മാരായ മമ്മൂട്ടി എത്തിയിരുന്നു, രമേഷ് പിഷാരടി എത്തിയിരുന്നു, അതുപോലെ തന്നെ സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ, സംഗീത മേഖലയിലുള്ള MG ശ്രീകുമാർ തുടങ്ങിയവരും എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. വീട്ടിൽ വെച്ചുകൊണ്ട് എം ജയചന്ദ്രൻ ഇപ്പോഴും വീട്ടിലുണ്ട്. MG ശ്രീകുമാർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം പുണ്യം ചെയ്ത മനുഷ്യനാണ്. ഇന്ന് വൈകുണ്ഠ ഏകാദശിയാണ്, ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അപ്പോൾ ആ ദിവസത്തിന് മുമ്പോ അല്ലെങ്കിൽ അന്ന് തന്നെ അത്തരത്തിലൊരു പുണ്യം നേടാൻ സാധിക്കുക എന്ന് പറയുന്നത് അത്തരത്തിൽ നല്ല മനസ്സുള്ള മനുഷ്യർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. മാത്രമല്ല തൻ്റെക്ക് ജ്യേഷ്ഠ സഹോദരനായിരുന്നു MG ശ്രീകുമാർ എന്നും അദ്ദേഹം അനുസ്മരിച്ചിരുന്നു. അത്തരത്തിൽ SN സ്വാമി അടക്കമുള്ള തിരക്കഥാകൃത്തുക്കളും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തും ആളുകൾ വന്നും പോയിക്കൊണ്ടും ഇരിക്കുകയാണ്. വീട്ടിൽ തിരക്ക് കുറയുന്നില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളടക്കം ഉണ്ട്, അടുത്ത സുഹൃത്തുക്കളുണ്ട്. ഇന്ന് മുഴുവൻ ഈ വീട്ടിൽ തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഉണ്ടായിരിക്കുക. തുടർന്ന് നാളെ രാവിലെ 8 മണിയോട് കൂടി തന്നെ ഈ ഭൗതിക ശരീരം എറണാകുളത്തെ പറവൂരിലെ ചേന്നമംഗലത്തെ അദ്ദേഹത്തിൻ്റെ പാലിയത്ത് തറവാട്ടിലേക്ക് കൊണ്ടുപോകും. ശേഷം 3 മണിയോട് കൂടി തന്നെ ആയിരിക്കും ഭൗതിക ശരീരത്തിന് സംസ്കാരം നടത്തുക. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ തന്നെയായിരിക്കും സംസ്കാരം കൊടുക്കുക. എന്തായാലും ഭാവഗായകനെ വേണ്ട രീതിയിൽ തന്നെ എല്ലാ ബഹുമതികളോടും കൂടി തന്നെ, എല്ലാ ബഹുമാനത്തോടും കൂടി തന്നെ, എല്ലാ ആദരവോടും കൂടി തന്നെയാണ് സാംസ്കാരിക കേരളം വിട നൽകുന്നത്. ശരിയാണത്.